ഈ വീഡിയോയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിൽ ഇന്ത്യ 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലുകളുമായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ജപ്പാൻ ഒരു നിർണായക ഘടകമാണ്. അപ്പം ജപ്പാൻ ഒരുപാട് താല്പര്യത്തോടു കൂടി ഇന്ത്യയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവും. അണിയറയിൽ പല രീതിയിലുള്ള ചർച്ചകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഡിഫൻസ് മേഖലയിൽ നിന്ന് വരുന്ന വാർത്ത. മിക്കവാറും ഇന്ത്യ ജപ്പാൻ കൂട്ടുകെട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്ത ഘട്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ മോഡേണൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മോഡേണൈസ്ഡ് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് റിസർച്ച് അനാലിസിസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനും ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാനും ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ മോഡേണൈസേഷനിലേക്ക് താല്പര്യത്തോടു കൂടി അവരുടെ രാജ്യത്തിനുള്ളിലും പ്രോജക്റ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുച്ച് ബിഹാർ അതുപോലെ തന്നെ ലാൽമോണി ഹാട്ട് ഈ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റെഫ്യൂജി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നത്. അതായത് ഇന്ത്യ ഇതുവരെ 800 മുതൽ 1000 റെഫ്യൂജികളെ 800 മുതൽ 1000 അനധികൃതമായിട്ട് ഇന്ത്യക്കുള്ളിൽ കടന്നു കയറിയ അല്ലെങ്കിൽ രേഖകളൊന്നും തന്നെ ഇല്ലാതെ ഇന്ത്യക്കുള്ളിൽ താമസമാക്കിയ ബംഗ്ലാദേശികളെ പിടിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് രേഖകൾ സഹിതമുള്ള ആൾക്കാർ, അതായത് ബംഗ്ലാദേശികളാണെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൈവശമുള്ള ആൾക്കാരെ ബംഗ്ലാദേശ് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അതേസമയം ഒരു രേഖകളും ഇല്ലാതെ ആൾക്കാരെ വെറുതെ കൊണ്ട് ബോർഡറിൽ കൊണ്ടുവന്ന് ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് അങ്ങ് കയറ്റിവിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നാണ് ഇന്ത്യ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വിഷയം പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്നും കടന്നു കയറുന്ന ഒറ്റ മനുഷ്യന്മാരും ബംഗ്ലാദേശിൻ്റെ രേഖകൾ പിന്നീട് സൂക്ഷിക്കാറില്ല. അവർ തികച്ചും ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ രേഖകളൊക്കെ കീറിക്കളഞ്ഞിട്ട് പുതിയതായിട്ട് ഇന്ത്യക്കുള്ളിൽ ആധാർ കാർഡും റേഷൻ കാർഡും പാസ്പോർട്ട് വരെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടുന്ന അവരുടെ ലാംഗ്വേജും ഇവരുടെ സ്ലാങ്ങും അവരുടെ ഡയറക്റ്റായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഇതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ബംഗ്ലാദേശികളെ പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ബംഗ്ലാദേശിലോട്ട് അയക്കുന്നത്? ബംഗ്ലാദേശ് ആണെങ്കിൽ മറിച്ച് രേഖകളാണ് ആവശ്യപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബംഗ്ലാദേശ് ഭയങ്കര ലീഗൽ സ്റ്റാൻഡും ലീഗൽ പൊസിഷനും എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അനധികൃതമായി കുടിയേറി വന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലീഗൽ എമിഗ്രൻ്റ് ആണ്. ഈ ഇല്ലീഗൽ എമിഗ്രൻറ്റിനെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ രേഖകളൊക്കെ നശിപ്പിച്ചിട്ടാണ് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്കാരായിട്ട് താമസിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലുള്ള ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു രേഖകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുമായിട്ട് സഹകരിച്ച് ഈ ആൾക്കാരുടെ അടുത്ത് എൻക്വയറി നടത്തണം. ഇവർ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഏത് സ്ഥലത്തിൽപ്പെട്ട ആൾക്കാരാണ്, അവർ കൊടുക്കുന്ന വിവരങ്ങൾ, അതായത് ഈ ഒരു പിടിക്കപ്പെടുന്ന ആൾക്കാർ കൊടുക്കുന്ന വിവരങ്ങൾ, ഇന്ത്യ കൈമാറുന്ന ആൾക്കാർ കൊടുക്കുന്ന വിവരങ്ങൾ പ്രകാരം അവരുടെ ബന്ധുക്കൾ, അവരുടെ സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ ഐഡന്റിഫിക്കേഷനായിട്ട് അവിടെ കൺസിഡർ ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് അവരുടെ രേഖകൾ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഗവൺമെന്റിന്റെ പക്കൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ബംഗ്ലാദേശിന്റെ ചുമതലയാണ്. അതിലുപരിയായിട്ട് ഇന്ത്യയെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ ആൾക്കാരെ തിരിച്ച് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് വളരെ അറഗൻ്റായിട്ട് പെരുമാറുന്ന ഒരു ബംഗ്ലാദേശാണ് ഇന്ന് അവിടെ നിലകൊള്ളുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന സമയത്ത് തന്നെ ഈ റെഫ്യൂജികളെയൊക്കെ തെരഞ്ഞുപിടിച്ച് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കേണ്ടതായിരുന്നു. അന്ന് നമ്മൾ വരുത്തി വെച്ച ഒരു വീഴ്ചയാണ് ഇന്ന് നമുക്ക് വിനയായി തീർന്നത്. റോഹിംഗ്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ മ്യാൻമറിൽ തന്നെ ഏതാണ്ട് ഒരു 10-30 വർഷക്കാലം അവർ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ജീവിച്ച് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്രിമിനൽ സ്വഭാവം അവർക്ക് ജന്മനാ ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. കാരണം അവർ ഈ ഒരു പൊരുതാൻ വേണ്ടിയിട്ട് മ്യാൻമറിൽ അവർ ജീവിച്ചിരുന്ന 10-30 വർഷക്കാലം ഈ മ്യാൻമർ സർക്കാരുമായിട്ടും മ്യാൻമർ ആർമിയുമായിട്ടൊക്കെ പൊരുതിയാണ് ജീവിച്ചത്. അവർക്ക് കുറച്ച് അഗ്രസീവായിട്ടുള്ള നേച്ചർ അവരുടെ ക്യാരക്ടറിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു റോഹിംഗ്യൻസിനെ ഇപ്പം ബംഗ്ലാദേശികൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ആ ചിറ്റഗോങ് വഴി കൊണ്ടുവന്ന് ഈ ലാൽമോണി ഹാട്ട് അതേപോലെ തന്നെ കുച്ച് ബിഹാർ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് ഇന്ത്യക്കുള്ളിൽ കടത്തി വിടുകയാണ്. അതായത് ശരിക്കും റോഹിംഗ്യൻസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ബംഗ്ലാദേശാണ്. കാരണം അവർ ബംഗ്ലാദേശികളാണ്. ആ ബംഗ്ലാദേശികളെ ഡയറക്റ്റായിട്ട് ഇന്ത്യക്കുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശ് നിരുപാധികം അവരെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ റോഹിംഗ്യൻസിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഭയങ്കര ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ, അതേപോലെ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉള്ള ആൾക്കാർ, ഇവരെല്ലാം പല NGO സംഘടനകളൊക്കെ
ഇന്ത്യക്കെതിരെ ഘോര പ്രസംഗിച്ചുകൊണ്ട് ഇതിനെതിരെ വരുന്നുണ്ട്. അതായത് മനുഷ്യത്വമില്ലാതെ പെരുമാറുക എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഇതിലൊരു വിഷയം നമ്മൾ നോക്കേണ്ടത്, ഈ റോഹിംഗ്യൻസ് പിന്നീട് ഇന്ത്യക്ക് അപകടകാരികളായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ കൂറ് എപ്പോഴും ബംഗ്ലാദേശിനോടാണ്, അവരുടെ കൂറ് എപ്പോഴും ആ റോഹിംഗ്യ കമ്മ്യൂണിറ്റിയോട് കൂടിയാണ്. അപ്പം അതുകൊണ്ട് അവര് പിന്നീട് ഇന്ത്യക്കുള്ളിൽ ബംഗ്ലാദേശിൽ നിന്നും തീവ്രവാദികൾ ഇന്ത്യക്കുള്ളിൽ ഇവരെ ഒരു ആക്സസ് പോയിന്റ് ആയിട്ട് ഇവരെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ അസം പോലത്തെ സ്റ്റേറ്റുകളിൽ, മിസോറാം പോലത്തെ സ്റ്റേറ്റുകളിലൊക്കെ, ത്രിപുര പോലത്തെ സ്റ്റേറ്റുകളിലൊക്കെ ഇവരെ കൊണ്ടുള്ള ഈ ഒരു കടന്നുകയറ്റത്തിന് അവിടെ ഉള്ളിലുള്ള പണ്ട് കടന്നു കയറി താമസിച്ച ബംഗ്ലാദേശികളാണ് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഇന്ത്യ ഇപ്പം കണക്കാക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ബംഗ്ലാദേശുമായിട്ട് 4097 കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് ബോർഡർ ഉള്ളത്. അതിൽ ഏതാണ്ട് 3000+ കിലോമീറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ ഫെൻസിങ് ഇട്ട് അടയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഏരിയ ആയിട്ട് നിലനിൽക്കുന്നത്. ഏതാണ്ട് 600-ലധികം കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു ബോർഡറും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് പോയിന്റോ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു ഓപ്പൺ ബോർഡറാണ്. ഈ ഒരു ചാലഞ്ചാണ് ശരിക്കും ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡറിൽ ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ ഏതെങ്കിലും വിധേന മറികടക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏത് വിധേനയും ശരിക്കും പറഞ്ഞാൽ അത് ആറ്റുവരമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ തണ്ണീർത്തടമായിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ വേലി ഇടാൻ പറ്റാത്ത സ്ഥലമായിക്കോട്ടെ, അവിടെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ തള്ളപ്പെട്ടിരിക്കുകയാണ്. അത് ഇപ്പം ശരിക്കും ഇതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിട്ട് മാറിയിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിന്റെ ഭരണകൂടം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടമല്ല. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു വീഴ്ച. അതുപോലെ ഇന്ത്യൻ ഡിഫൻസ് S-500 എന്ന് പറഞ്ഞ ആ ഒരു ഡിഫൻസ് സിസ്റ്റം റഷ്യയുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. കാരണം S-400 ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്നാണ് ഒരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിന്റെ മേളിലാണ് ശരിക്കും ഇപ്പം റഷ്യയുടെ നിന്നും S-500 വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അസിം മുനീറിന്റെ ഫ്ലെക്സ് ഫോട്ടോസ് ആണ് പാകിസ്ഥാൻ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അതായത് അസിം മുനീർ എന്തോ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ചതായിട്ടുള്ള തരത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ. ഇത് അസിം മുനീർ തന്നെ പൈസ കൊടുത്ത് അടിച്ച് വെച്ചതാണോ എന്ന് സംശയമുണ്ട്. കാരണം ആ രീതിയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ. നമ്മുടെ രാജ്യത്തിലും ഇപ്പം എല്ലാ രാജ്യങ്ങൾക്കും മിലിറ്ററിയും യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറാൻ പോലത്തെ രാജ്യങ്ങളാണ് ഇമാതിരിയുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലത്തെ ഒരു ശൈലിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പിന്തുടരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫി ഫോട്ടോ എടുത്ത് വെക്കുന്ന പോലെയാണ്. ഇച്ചിരി കോൺഫിഡൻസ് കുറവാണെന്ന് തോന്നുന്നു പാകിസ്ഥാന്റെ ആർമിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആർമിയുടെ സ്വന്തം ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ പ്രിന്റ് അടിച്ച് ഫ്ലെക്സ് ബോർഡ് സിനിമ സ്റ്റാർ പോലെയൊക്കെ വെക്കുന്നത്. അപ്പോൾ അസിം മുനീർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഈ വാട്ടർ ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ഞങ്ങൾ അത്ര സീരിയസ്, ഈ വാട്ടർ ട്രീറ്റ്, ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എടുക്കുന്ന നടപടിക്രമങ്ങളെ വളരെ ശ്രദ്ധയോടെ നോക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഇന്ത്യയുടെ ഈ ഒരു സ്ട്രാറ്റജിയെ ഞങ്ങൾ അത്ര ചെറുതായിട്ട് കാണുന്നില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിട്ട് പാകിസ്ഥാൻ കാണുമെന്നാണ് അസിം മുനീർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് ശരിക്കും അസിം മുനീർ എന്ത് വേണമെങ്കിലും പറഞ്ഞ ഒരു കുഴപ്പമില്ല. അസിം മുനീറിന്റെ പേരിലുള്ള പാകിസ്ഥാനെ കൊള്ളയടിച്ചതിന്റെ, അതേപോലെ തന്നെ ബന്ധുക്കൾക്കൊക്കെ ജോലി മേടിച്ചു കൊടുത്തതിന്റെ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ആദ്യം പരിഹരിക്കുക, എന്നിട്ട് മതി ഇന്ത്യയുമായിട്ടുള്ള കളി. കാരണം ഇന്ത്യ ശരിക്കും വളരെ വ്യക്തമായ സ്ട്രാറ്റജിക് പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് 4-5 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തുർക്കി വിസിറ്റ് ചെയ്തായിരുന്നു, അതേപോലെ ഇറാൻ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ ആക്രമണത്തെ ശരിവെച്ചത്. ഇന്ത്യയുടെ അറ്റാക്ക് ബ്രഹ്മോസ് കൊണ്ടായിരുന്നു അറ്റാക്ക് എന്നുള്ളതും, റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ബ്രഹ്മോസ്, അതായത് ഞങ്ങള് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിരുന്നതായിട്ടും, ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് 2-2.5 മണിക്കൂറിന് മുമ്പ് തന്നെ ഇന്ത്യ പ്രിയാംപ്റ്റീവ് മെത്തേഡിൽ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഷഹബാസ് ഷെരീഫിന്റെ വായിൽ തന്നെ വന്നിരിക്കുന്നത്. ഇത് വീണ് കിട്ടിയൊന്നുമല്ല. ഷഹബാസ് ഷെരീഫ് ഇതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ ഒരു ആക്രമണത്തിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാൻ തന്നെ സ്വയമേ ഇപ്പൊ അംഗീകരിച്ചിരിക്കുകയാണ്. അതും പ്രത്യേകിച്ച് ബ്രഹ്മോസ് വെച്ച് ഇന്ത്യ അറ്റാക്ക് ചെയ്തെന്നുള്ളൊരു വാക്കും കൂടിയാണ് പുള്ളി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ പല കാരണങ്ങൾ അതിനകത്തുണ്ടാവാം. പാകിസ്ഥാൻ അങ്ങനെ എളുപ്പത്തിലൊന്നും ഇന്ത്യയുടെ ആക്രമണത്തിനെ അംഗീകരിക്കുന്ന ടൈപ്പ് അല്ല. അവരെന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ നല്ല രീതിയിലുള്ള പ്രഷർ ഇടുന്നുണ്ട്. അതേപോലെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പാകിസ്ഥാന് കൊടുക്കാൻ കഴിയുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഫാക്ട്.
പാകിസ്ഥാൻ ഇന്ത്യയുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് അതിനുള്ള തെളിവുകൾ? എന്തെങ്കിലും സാറ്റലൈറ്റ് ഇമേജ്, എന്തെങ്കിലും പ്രൂഫുകൾ പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കയ്യിൽ ബ്ലാ ബ്ലാ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് നാളത്തേക്ക് ഒരു കള്ളം പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഉത്തരം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഷഹബാസ് ഷെരീഫ് എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ പോകുന്ന രാജ്യങ്ങളിലേക്ക് തെളിവ് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മൾട്ടി പാർട്ടി അലയൻസിനെ ഗ്ലോബലി തന്നെ വിട്ട് കൺവിൻസ് ചെയ്തതുപോലെയുള്ള ഒരു കാര്യമാണ് ശരിക്കും ഷഹബാസ് ഷെരീഫ് ഉദ്ദേശിച്ചത്. പക്ഷേ ഷഹബാസ് ഷെരീഫിന്റെ രാജ്യത്തിൽ നിന്നും ഇങ്ങനെ ഒരു ആൾ പാർട്ടി മീറ്റിംഗ് നടത്തി ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടുത്തെ ചുറ്റുപാട് അങ്ങനെയാണ്. ഷഹബാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ കസേരയിൽ ഇരിക്കാൻ തന്നെ അർഹനല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന പാകിസ്ഥാനും ഇങ്ങനെ ഇരിക്കുന്ന ഇന്ത്യയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഷഹബാസ് ഷെരീഫ് ഇപ്പം വെളിയിൽ ഇത് പറയേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ FATF അതേപോലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇവിടെയെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രഷർ ഇടുന്നുണ്ട്. ഈ പ്രഷർ താങ്ങാനാവാത്ത വിധം ഇപ്പം പാകിസ്ഥാനിൽ ഒരു വീർപ്പുമുട്ടൽ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പാകിസ്ഥാനിന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോയി മറ്റുള്ള രാജ്യങ്ങളിലെടുത്ത് ഈ ഒരു വിഷമം പറഞ്ഞ് കരയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇന്നും രാജസ്ഥാനിൽ നിന്ന് ഒരു സ്പൈ, അതായത് പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്പണി എടുത്ത ഒരുത്തന്നെ ഇന്നും പൊക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യക്കുള്ളിൽ ഇതേപോലത്തെ ചില കീടങ്ങളുണ്ട്. ഈ കീടങ്ങളെ തെരഞ്ഞുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇന്ത്യക്ക്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ടേ നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി USA ഇന്നലെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വളരെ വ്യക്തമായിട്ട് ക്രോസ് ബോർഡർ ടെററിസത്തിനെ കുറിച്ചുള്ള ശക്തമായ രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് അവിടെ കാഴ്ചവെച്ചത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഇസ് നോട്ട് എൻഡ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടരും. ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിൽ 3 തവണയാണ് അവരുടെ ടെറിട്ടറിക്കുള്ളിൽ ചെന്ന് അറ്റാക്ക് നടത്തിയതായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെറുതെ പറയുന്നില്ല. ഏതാണ്ട് 300 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ച് തന്നെ പാകിസ്ഥാന്റെ ഫ്ലൈറ്റിനെ കണ്ടെത്തുകയും അതിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ഇന്ത്യക്ക് കിട്ടിയ ഒരു എയർ ഡോമിനൻസ്, ആ എയർ ഡോമിനൻസ് ചെറുതല്ല. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യം പാകിസ്ഥാനെതിരെ എന്ന് പോലും പറയാനില്ല. കാരണം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ലോകരാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ആർമി ഡിഫൻസ് ഈ ഒരു മേഖലയിലൊക്കെ ഒരുപാട് ഉയർന്ന നിലയിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് അവർ കുറച്ചുകൂടെ ലോ പ്രൊഫൈൽ ഉള്ളത്. പക്ഷേ മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വളരെ മെച്ചപ്പെട്ട പൊസിഷനിലുള്ള ഒരു ആർമിയുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനെയാണ് ഇന്ത്യ അടിച്ച് തൂഫാനാക്കി കൈ കൊടുത്തത്. ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ആ ഒരു ഡോമിനൻസ്, അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ട് വളരെ ഒരു രാജ്യമാണെന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു 2 വിഷയങ്ങൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിനകത്ത് അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഒരു ചെറിയ വിഷയം. ആ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി മുതൽ മാർച്ച് 13-ാം തീയതി വരെയുള്ള ഒരു മാസ കാലയളവിൽ നടത്തിയ പരിശോധനയിൽ ട്രംപ് പറയുന്നത് പോലെ കാനഡയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മറ്റേ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അമേരിക്കയുടെ ഉള്ളിൽ കടത്തി വിടുന്നു. കാനഡയുടെ ബോർഡറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മറ്റേ മരുന്നും കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള രീതിയിലുള്ള അലിഗേഷനാണ് ട്രംപ് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം നടത്തിയ പരിശോധനയിൽ, ഇപ്പൊ കാനഡ നടത്തിയ പരിശോധനയിൽ ഇപ്പൊ കാനഡ പറഞ്ഞിരിക്കുന്നത്, കാനഡ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്ന ഈ വിഷയം. അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 2600 ബോക്സ് ഈ മരുന്നുകൾ, ഈ മറ്റേ മരുന്നുകളെ മത്ത് പിടിക്കുന്ന ഈ മരുന്നുകളെല്ലാം തന്നെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും കാനഡയുടെ ഉള്ളിലേക്ക് കടന്നു വന്നതായിട്ടാണ് തെളിവുകൾ. ആ രീതിയിലാണ് ആ ഗേറ്റിൽ റെക്കോർഡുള്ളത്. അപ്പം അതായത് 2600ഓളം ബോക്സുകൾ ഈ കനേഡിയൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പിടികൂടിയിട്ടുണ്ട് ഈ കടത്തുന്നതിനിടയിൽ. അമേരിക്കയുടെ ഉള്ളിൽ നിന്നും കാനഡയിലേക്ക് കടത്തുന്നതിൻ്റെ ഇടയിലാണ് ഈ പിടി വീണിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ട്രംപ് പറയുന്നതാണോ ശരി, കാനഡ പറയുന്നതാണോ ശരി, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അന്തമില്ലാത്തൊരവസ്ഥയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ പൊതുവിൽ കാനഡയിലും അമേരിക്കയുടെ ഉള്ളിലും ഈ മരുന്നുകളുടെ വിളയാട്ടം നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ സുമി റീജിയനിൽ ഏറ്റവും കൂടുതൽ റഷ്യ ആക്രമണം ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ശരിക്കും ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശക്തമായി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണോ പീസ് ടോക്ക്, എപ്പോഴാണോ സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ചർച്ചകൾ, ആ ടൈമിലാണ് ഏറ്റവും അഗ്രസീവായിട്ടുള്ള യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെയുള്ള തെളിവുകൾ പ്രകാരം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും പോയിട്ട് ഒരു സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ, ഒരു ടെമ്പററി ട്രൂസ് എന്നൊക്കെ പറഞ്ഞ് പ്രപ്പോസൽ വെച്ച് മുന്നോട്ടങ്ങ് സംസാരിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം നിർത്തേണ്ട ഒരു സാഹചര്യം വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉക്രൈൻ അഗ്രസീവായിട്ട് ആക്രമണം നടത്തും, റഷ്യ അതിലേറെ അഗ്രസീവായിട്ട് ആക്രമണം ഇങ്ങോട്ട് നടത്തും. ഇതാണ് ഇപ്പം സ്ഥിതിവിശേഷം മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതായത് യുദ്ധം നിർത്താൻ രണ്ടു കൂട്ടർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. റഷ്യ അത് എത്ര കാലം വേണമെങ്കിലും നടത്തും. പക്ഷേ ഉക്രൈൻ ആണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഉക്രൈൻ്റെ സൈഡിൽ. കാരണം റഷ്യ ആക്രമിക്കുന്നത് മാത്രമാണ് ആക്രമണം, ഉക്രൈൻ അങ്ങോട്ട് തിരിച്ചടിക്കുന്നത് ആക്രമണമേ അല്ല. ആ രീതിയിലാണ് സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ സീസ് ഫയർ എപ്പോഴൊക്കെ അങ്ങ് ഒരുങ്ങി വരുന്നുണ്ടോ, ഒരു വെടിനിർത്തൽ കരാർ എപ്പോഴൊക്കെ സാധ്യമാകുന്നുണ്ടോ, ആ സമയത്തെല്ലാം അഗ്രസീവായിട്ടുള്ള പെരുമാറ്റം ഉക്രൈൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായതായിട്ടാണ് ഇതുവരെ തെളിവ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുവരെയുള്ള ഇൻസിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതേ ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഉക്രൈൻ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നോർത്ത് കൊറിയ ഏതാണ്ട് 100 ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് കൈമാറിയതായിട്ടുള്ള ഒരു വാർത്തയും കൂടി ഉക്രൈൻ്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. റഷ്യയുടെ സൈഡിൽ ഇനഫ് മിസൈൽസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയയുടെ സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നാലും സാധ്യതയുണ്ട്, ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. കാരണം നോർത്ത് കൊറിയയും റഷ്യയും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള രാജ്യങ്ങൾ തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ. അതുപോലെ തന്നെ ഏതാണ്ട് 9 മില്യൺ ആർട്ടിലറി ഷെൽസ് നോർത്ത് കൊറിയയിൽ നിന്നും റഷ്യയിലേക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി ഉക്രൈൻ പറഞ്ഞു വെക്കുന്നുണ്ട്. 9 മില്യൺ ആർട്ടിലറി ഷെൽസ് തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് നമ്പേഴ്സ് വളരെ വ്യക്തമല്ലെങ്കിലും ആർട്ടിലറി ഷെൽസ് നോർത്ത് കൊറിയയുടെ ഭാഗത്തുനിന്ന് റഷ്യയിലേക്ക് കൈമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്. ഇതിലുപരിയായിട്ട് ഉക്രൈൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നും ഡ്രോണുകൾ യൂറോപ്പിലേക്ക് കൊടുക്കുന്നത് ചൈന നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പം അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചൈന റഷ്യയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഇല്ലാന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ യൂറോപ്പ് ചൈനയിൽ നിന്നും ഇതേപോലെ കുറച്ച് ഡ്രോണും മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചിട്ട് ഈ സാധനം ഉക്രൈനിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കയറ്റി അയച്ച സെയിം സാധനം റഷ്യക്കെതിരെ ഉക്രൈൻ ഉപയോഗിക്കുകയും ഇത് പിടിച്ചെടുത്ത റഷ്യ ഇത് പരിശോധിച്ചിട്ട് ചൈനയ്ക്കൊരു മെസ്സേജ് വിട്ട്, അതായത് ഈ രീതിയിൽ ചൈനീസ് ആയുധങ്ങൾ റഷ്യക്കുള്ളിൽ വരുന്നുണ്ട് ഉക്രൈൻ ത്രൂ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉയർത്തുകയും ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ചൈന പറഞ്ഞത് ഇതേപോലെ യൂറോപ്യൻസ് മേടിച്ചിട്ട് യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും ചൈനയുമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ യൂറോപ്പിലുള്ള ഏതോ ഒരു രാജ്യം മേടിച്ചിട്ട് അവർ ഉക്രൈൻ ഇത് കൈമാറിയതാവാം എന്നുള്ള ഒരു ഉത്തരമാണ് ചൈന കൊടുത്തത്. ആ ഒരു പ്രോസസ്സോടുകൂടി ചൈന യൂറോപ്പിലേക്ക് ഈ ഒരു ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് ഉക്രൈനിലെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ചൈന ഇങ്ങനത്തെ നിലപാടെടുക്കാൻ പാടില്ല, ചൈന യൂറോപ്പിലേക്ക് വീണ്ടും സപ്ലൈ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റുമായിട്ടാണ് സെലൻസ്കി വന്നിരിക്കുന്നത്. സെലൻസ്കി ശരിക്കും പറഞ്ഞാൽ കോമഡി പീസായിട്ട് മാറുകയാണ്. കാരണം ചൈന റഷ്യയുടെ വളരെ അടുത്ത പാർട്ട്ണറാണെന്നുള്ളത് അറിയാവുന്ന സെലൻസ്കി ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമയൊന്നുമല്ലല്ലോ, ഇത് റിയാലിറ്റി മനസ്സിലാക്കി വേണം ഒരു രാജ്യം ഭരിക്കുന്ന ആ ഒരു ഭരണകർത്താവ് പെരുമാറാൻ. ഈ രീതിയിൽ വെറും മണ്ടത്തരം മാത്രം പറയുന്ന ആളായിട്ട് മാറി തീർന്നിരിക്കുകയാണ് ഉക്രൈനിലെ സെലൻസ്കിക്ക് ഉക്രൈന് വേണ്ടപ്പെട്ടതായിട്ട് ഒരു ടീമുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയൻ അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു ടീം തന്നെ ഉക്രൈനെ പിന്തുണയ്ക്കുന്നുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള 1-2 രാജ്യങ്ങളാണ് റഷ്യയെ പിന്തുണയ്ക്കുന്നത്. ചൈന തികച്ചും റഷ്യയുടെ ചേരിയിൽ പെടുന്ന രാജ്യമാണ്. അതായത് എങ്ങനെയാണ് എതിരാളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിനടുത്ത് പോയിട്ട് നിങ്ങൾ ഞങ്ങൾക്കും കൂടി ആയുധം തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കോമഡിയോ അല്ലെങ്കിൽ മണ്ടത്തരമോ. ഈ ഉക്രൈൻ്റെ സെലൻസ്കിയുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിരിച്ച് മണ്ണ് തപ്പുന്ന അവസ്ഥയാണ്. ആ രീതിയിലാണ് അയാളുടെ പെരുമാറ്റം. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അമേരിക്ക ചൈനയെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ തൈവാൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഞാൻ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തൈവാൻ്റെ ഉള്ളിൽ അമേരിക്ക 500 അമേരിക്കൻ ഭടന്മാരെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഓൾറെഡി ഒരു പ്രാവശ്യം തൈവാൻ്റെ ഉള്ളിലേക്ക് ആയുധം സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആ ആയുധം സപ്ലൈ ചെയ്ത സമയത്ത് ചൈന വളരെ അഗ്രസീവായിട്ട് മിലിറ്ററി ഡ്രില്ലും പരേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തൈവാൻ സ്ട്രേറ്റിൽ വളരെ തകൃതിയായിട്ട് അവരൊരു ഉത്സവം തന്നെ നടത്തി തീർത്തിരുന്നു. ചൈന തായ്വാനെ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മിലിറ്ററി ഡ്രിൽ ഇതൊക്കെ എപ്പോഴും അവിടെ നടത്താറുണ്ട്. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഈ മിലിറ്ററി ട്രെയിനിങ് പ്ലസ് ആയുധങ്ങൾ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനും ചൈന വളരെ അഗ്രസീവായിട്ട് പെരുമാറി. ഇപ്പം ഇതാ മൂന്നാമത്, അതായത് $18 ബില്യൺ വർത്ത് വരുന്ന അടുത്ത ആയുധ കരാർ. നെക്സ്റ്റ് 3 ഇയേഴ്സിൽ $18 ബില്യൺ വർത്ത് വരുന്ന ആയുധങ്ങൾ തൈവാനിലേക്ക് സപ്ലൈ ചെയ്യുമെന്നാണ് ഈ ഒരു കരാറാണ് ഇപ്പം അമേരിക്ക തൈവാനുമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ചൈനയെ ചൊടിപ്പിക്കും. ചൈന ഇനിയിപ്പം ഗ്ലോബൽ ടൈംസും സൗത്ത് ചൈന പോസ്റ്റുമായിട്ടൊക്കെ അടുത്ത അഗ്രസീവായ രീതിയിൽ മുന്നോട്ട് വരും. മിലിറ്ററി ഡ്രില്ല് പരേഡും കാര്യങ്ങളൊക്കെ ഇനി നടത്തും. ഇതൊക്കെ നടത്തിയാലും
അമേരിക്കയ്ക്ക് ഇപ്പം ഏതെങ്കിലും രീതിയിൽ ചൈനയെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വലിച്ചിടണം. ഇതാണ് ഉദ്ദേശം. ഈ ഉദ്ദേശം നടക്കാത്തത് കൊണ്ടാണ് തുടരെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചൈനയും അമേരിക്കയും തമ്മിൽ ഈ ഒരു ട്രേഡ് വാർ അഥവാ ഈ ഒരു താരിഫ് നെഗോസിയേഷനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കളി. അപ്പോൾ ഈ കളിയുമായിട്ട് ചൈന അമേരിക്കയുടെ വരുതിക്ക് വരണം എന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്നാലും നടക്കുന്നുമില്ല. അതുകൊണ്ടുള്ള കളികളാണ് ഈ തൈവാനുമായിട്ട് ഇപ്പം നടക്കുന്ന ഈ ഒരു വിഷയം. കുറേ കറണ്ട് ഈവൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.